ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 2026 ആണ് നമ്മളുടെ എല്ലാവരുടെയും റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഇതൊക്കെ ചെയ്ത് പാളിപ്പോയവർക്ക് വേണ്ടിയിട്ടും ഇനി നിങ്ങൾ 2026 നല്ല ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ മീൽ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഈസി ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒത്തിരി വലിച്ചൊന്നും നീട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ 2026 ഒരു റെസൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ജിമ്മിൽ കൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുക, പിന്നെ ഒരു വെയിറ്റ് ലോസ് പ്ലാനിൽ നമ്മൾ ജോയിൻ ചെയ്യുക. അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ ജിമ്മിന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ വൈകിട്ടായിരിക്കും, നമുക്ക് ആ ഒരു ഫിക്സഡ് ടൈമിൽ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു 10 മിനിറ്റ്സ് അല്ലെ 15 മിനിറ്റ്സ് നടക്കാൻ പോവോ അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ട് എക്സസൈസ് ചെയ്യുമോ, അങ്ങനെ ഒരു തുടക്കം തുടങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ജിമ്മിൽ പോയിട്ട് ഒരു പ്ലാനൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഹാബിറ്റ് നമ്മുടെ ഒരു റൊട്ടീനിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പോയി ജോയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി വേർത്ത് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ അത് ഇട്ടിട്ട് പോകുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത്. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തിഫൈ മീ, അങ്ങനെ കുറേ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അതിലൊരു 1 ഇയർ പ്ലാൻ, ഒരു 3 മന്ത്സ് പ്ലാൻ അല്ലെ 6 മന്ത് പ്ലാൻ അങ്ങനെ നമ്മൾ എടുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ചെയ്യുന്നതെന്ന് ഇവരുടെ അല്ലെ ഒരു ഡയറ്റീഷ്യൻ്റെ ഉള്ള ഒരു ഹെൽത്ത് കോച്ചിൻ്റെ ഒക്കെ സഹായം ഇല്ലാതെ തന്നെ നമുക്കറിയാം നമ്മൾ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നതെന്ന്. സോ അത് നമ്മൾ തന്നെ ഒന്ന് കുറച്ച് നാളത്തേക്ക് നമ്മൾ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ഏതൊരു പ്ലാൻ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ഓൺലൈൻ കോച്ചിങ് എടുത്താലും അവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം, നിങ്ങൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം, നിങ്ങൾ പ്രോട്ടീൻ ആഡ് ചെയ്യണം, കോംപ്ലെക്സ് കാർബ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കണം, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു നമുക്കത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്ലാനിലോട്ട് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നമ്മളുടേതായ രീതിയിലൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം, സമയമെടുത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്തോ ഒക്കെ ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കമാണ്. ഉറക്കം നമ്മളുടെ ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയറ്റ് എടുത്താലും എക്സസൈസ് ചെയ്താലും നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ആ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ വെയിറ്റ് ലോസിനെ അത് നന്നായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലാത്തത്? ഇനിയിപ്പം നമ്മൾ ലേറ്റായിട്ട് കിടക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ബാക്കി എന്തെങ്കിലും കാരണത്താലാണോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും മറ്റൊരു കാര്യം. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ട്രെസ് ഹോർമോൺ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും ഹോർമോൺസിൻ്റെ ഇൻബാലൻസിനൊക്കെ വലിയൊരു റീസണാണ്. സോ അത് നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സുണ്ട്. നമുക്കത് എന്താ പറയുന്നത്, പറ്റാത്തൊരു സംഗതിയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. സോ അതിന് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഡയറ്റും നമ്മളുടെ എക്സസൈസും ഉറക്കവും, ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്ട്രെസ് ഒരു 50% എങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 4 കാര്യമാണ് നമുക്ക് എപ്പോഴും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് മറക്കാതിരിക്കുക. അപ്പം ഇനി അടുത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വരാം. അതെന്ന് പറയുന്നത്, നമുക്കൊരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ഫുഡ് കഴിക്കണം, എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളൊരു ചെറിയൊരു കുറച്ച് കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ അതാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ശ്രമിക്കുക. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പി, ചായ അങ്ങനത്തെ സംഗതികളാണ് കുടിക്കുന്നതെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് പകരമായിട്ട് കുറച്ച് ചൂടുവെള്ളം, ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെനുഗ്രീക്ക് ആഡ് ചെയ്യാം, സിനമൺ ആഡ് ചെയ്യാം. ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള തുളസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെർബൽ ആയിട്ട് ഇൻഫ്യൂസ് ചെയ്ത വാട്ടർ കുടിക്കാവുന്നതാണ്. ഇനി അതിനൊപ്പം
നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് 5 അല്ലെങ്കിൽ 6 5 to 6 ആൽമണ്ട്സ് വൈകുന്നേരം സോക്ക് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിനൊപ്പം കഴിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ 3 to 4 വാൾനട്ട് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇത് രണ്ടുമല്ലാതെ പിന്നെ ഹെൽത്തി ഫാറ്റ്, അതായത് ഏർലി മോർണിംഗ് നമുക്ക് നമ്മളുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഗാനിക് ഗീ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും 1 ടേബിൾ സ്പൂൺ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇതായിരിക്കണം നമ്മളുടെ രാവിലത്തെ നമ്മുടെ രാവിലെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്മൂതി അങ്ങനത്തെ സ്മൂതി, ഫ്രൂട്ട്സ്, മുട്ട മാത്രം അല്ലെങ്കിൽ ഓട്സ് മാത്രം വെറുതെ പാലിൽ നമ്മൾ പോറിജ് പോലെ കഴിക്കുക, ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പ്രിഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർബ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഒരു പേടിയാണ്, ഇതെനിക്ക് വണ്ണം കൂട്ടും. പക്ഷേ അത് ഏത് തരം കാർബ്സ് ആണ് നമുക്ക് വെയിറ്റ് ഗെയിനിന് കാരണമാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ബ്രെഡ്, ഈ എന്താ പറയുക, നമ്മുടെ ഇപ്പം കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന സീരിയൽസ്, ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ പുട്ട് കഴിക്കാം, പിന്നെ ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം. അപ്പം ഇതൊക്കെ വണ്ണം കൂട്ടുമോ എന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ദോശ, ഇഡ്ഡലി, പുട്ട്, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇപ്പോൾ പുട്ടും പഴവും കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ഗെയിൻ തന്നെയാണ് വരുന്നത്. സോ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പുട്ട്, വെജിറ്റേറിയൻ്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് കടലക്കറി കഴിക്കാം, നോൺ വെജ് ആണെങ്കിൽ മുട്ടക്കറി കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പം ചിക്കൻ ആണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് തിരക്കേടില്ല, അല്ലെങ്കിൽ ഗ്രീൻ പീസ് കഴിക്കാം, അല്ലെങ്കിൽ ചെറുപയർ കഴിക്കാം. സോ നോക്കി, നമ്മളുടെ ഈ കോംപ്ലെക്സ് കാർബ്സ്, അതായത് എപ്പോഴും നമ്മൾ ഈ അരിപ്പുട്ട് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കുത്തിരിയുടെ പുട്ട് നല്ലതാണ്, പിന്നെ ഗോതമ്പിൻ്റെ പുട്ട് നല്ലതാണ്. ഇനി അതും അല്ലെങ്കിൽ റാഗി, അതിൻ്റെയൊക്കെ ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ ഇപ്പോൾ കിട്ടും. അപ്പം കോംപ്ലെക്സ് കാർബ്സിൻ്റെ ഒരു സോഴ്സും ഒരു പ്രോട്ടീൻ്റെ സോഴ്സും എപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊന്നും പറ്റാത്തവരിപ്പോൾ ബാച്ചിലേഴ്സ് ആണ്, സ്വയം തന്നെ കുക്ക് ചെയ്താൽ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടയും, ഒരു 2 മുട്ട എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെജീസും ഓട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കി കഴിക്കുന്നതും കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. സോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കോംപ്ലെക്സ് കാർബിൻ്റെ സോഴ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ഒരു പ്രോട്ടീൻ്റെ സോഴ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ ടീ, കോഫിയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മളിത് കുടിക്കരുതെന്നല്ല പറയുന്നത്, അതൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ട്, ഒരു 15 to 20 മിനിറ്റ്സ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഷുഗർ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് അത് ഷുഗർ കഴിക്കുന്ന ഇത് നിർത്താതെ നിങ്ങളതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരുന്നതായിരിക്കും അടുത്ത ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. നമുക്കിത് ഷുഗറിൻ്റെ ഇൻടേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു മാക്സിമം ഒരു 9 മണിക്ക് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നത്, ഒരു മിഡ് മീൽ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് കഴിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ബോയിൽ ചെയ്ത സ്പ്രൗട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ ബോയിൽ ചെയ്ത ചന കൊണ്ട് സാലഡൊക്കെ കഴിക്കാം. ഇനി അതുമല്ല, സൂപ്പ് കഴിക്കാം. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രൂട്ട് കഴിക്കാം, സീസണൽ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ നട്ട്സ് നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ബട്ടർ മിൽക്കോ യോഗേർട്ടോ ഒക്കെ കിട്ടുവാണെങ്കിൽ ഇത് ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് കഴിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സമയത്ത് നമ്മൾ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ ന്യൂട്രിയൻ ഇൻടേക്ക് ഒരു ദിവസത്തിൽ നമുക്ക് മീറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ഒത്തിരി ഷുഗർ ക്രേവിങ് വരത്തുമില്ല. പിന്നെ നമ്മുടെ ലഞ്ചും ഡിന്നറും കുറച്ചും കൂടി ലൈറ്റ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് മിഡ് മീൽ എപ്പോഴും കഴിക്കാനായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ലഞ്ചും ഡിന്നറും ഈ മിഡ് മീൽ ഓപ്ഷൻ നമുക്ക് ഏത് സമയം വേണമെങ്കിലും, അതായത് ഒരു 3 മണി, ഇപ്പോൾ രാവിലെ നിങ്ങൾ ഒരു ആപ്പിളാണ് കഴിച്ചെന്നിരിക്കുക, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ട്. ആ നട്ട്സ് നിങ്ങൾക്ക് 4 മണിക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയത്ത് 3 to 4 അല്ലെങ്കിൽ 3 to 5 ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഇനി ലഞ്ചും ഡിന്നറും എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും പ്ലേറ്റ് നോക്കുമ്പോൾ അതിനെ 4ആയിട്ടൊന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ സ്കെയിലും പെൻസിലും ഒന്നും എടുത്ത് ഡിവൈഡ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് 4 ഫുഡ് ഐറ്റംസ് ഉണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നെന്ന് പറയുന്നത് സാലഡ് ആയിരിക്കണം. രണ്ടെന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്ത് എന്തെങ്കിലും വെജിറ്റബിൾ കറിയൊക്കെ, സാമ്പാറാകാം, അവിയലാകാം, മെഴുക്ക് പുരട്ടി, നമ്മുടെ തോരൻ, അങ്ങനെ എന്തെങ്കിലും ആകാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി എണ്ണ ഉപയോഗിച്ച് ഒത്തിരി തേങ്ങ ആഡ് ചെയ്ത് കറികൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒട്ടും നമ്മൾ ഉപയോഗിക്കരുതെന്നല്ല, ഒരു ചെറിയൊരു അളവിന് വേണം ഇതെപ്പോഴും ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഒരു പോർഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ റൈസ് ആണെങ്കിൽ റൈസ്, അല്ലെങ്കിൽ മില്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ മില്ലറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ നാലാമത്തെ പോർഷൻ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രോട്ടീൻ്റെ സോഴ്സ് എന്തോ എങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നോൺ വെജിറ്റേറിയൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ചിക്കൻ, ഫിഷ്, എഗ്ഗ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് പറ്റും. വെജിറ്റേറിയൻ്റെ കേസാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൾസസ് അല്ലെ ലെൻറ്റിൽസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ ചെറുപയർ, കടല അല്ലെങ്കിൽ വൻപയർ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെ പനീറോ അല്ലെങ്കിൽ നമ്മളുടെ സോയയോ എന്തെങ്കിലും, അല്ലെ ടോഫു, ഇതിലേതെങ്കിലും ഒരു ഐറ്റം മസ്റ്റായിട്ട് നമ്മളുടെ പ്ലേറ്റിലുണ്ടായിരിക്കണം. അപ്പം ഇത്രയും 4 ഐറ്റംസ് നമ്മളുടെ പ്ലേറ്റിലുണ്ടെങ്കിൽ അതൊരു ബാലൻസ്ഡ് മീലാണ്. സോ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ക്രേവിങ് വരില്ല. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു ലഞ്ച് വരെ അല്ലെ 4 o'clock വരെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് നമ്മുടെ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ആഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പ്രോട്ടീൻ, നമ്മുടെ പച്ചക്കറികൾ എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വൈകുന്നേരം വരുന്ന ഒരു നമ്മൾ എന്താ പറയുക, വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് സാധാരണ കഴിക്കുക, അതൊരു വെയിറ്റ് ഗെയിന് വലിയൊരു കാരണമാണ്. സോ അത് നമുക്ക് ഈ ഒരു രീതി കഴിക്കുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇങ്ങനെയായിരിക്കണം ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾ നാളെ പോയിട്ട് ഇങ്ങനെയെല്ലാം ഒറ്റയടിക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക കുറച്ച് നാളത്തേക്ക്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ 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 ഗോൾസ് എപ്പോഴും സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഈ ഒരു ദിവസം ഇതുപോലെ നമുക്ക് ഒട്ടും ചെയ്യാത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫുഡ് ഹാബിറ്റേ ഇല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1 or 2 weeks അല്ലെങ്കിൽ ഒരു 1 month ഒക്കെ മാക്സിമം നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ആദ്യം കൺസിഡർ ചെയ്തിട്ട് അതിൽ നിങ്ങൾ എന്താ പറയുന്ന നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ, നമുക്ക് ഈ ഒരു 2026 എൻഡിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെയാണ് ഓരോരോ കാര്യത്തിലും. ഇപ്പം നിങ്ങളുടെ ഉറക്കം, ഏർലി ഡിന്നർ കഴിക്കാത്തവരാണെങ്കിൽ അത് കഴിച്ച് ശീലിക്കുക. ഇനിയിപ്പം മിഡ് മീൽ സ്നാക്ക് നിങ്ങളിപ്പോൾ വറുത്തതും പൊരിച്ചതും, നമ്മുടെ പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചിപ്സ് ഐറ്റംസ്, ലേസ് അങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കുന്നെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ്, നട്ട്സ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് നട്ട്സിൻ്റെ ലഡു അതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിഡ് മീൽ സ്നാക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് ഹാബിറ്റ് നമുക്ക് മാറ്റാൻ പറ്റും. ഇതുപോലെ തന്നെയായിരിക്കണം നിങ്ങളുടെ എക്സസൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യമേ ചെന്ന് ജിമ്മിൽ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റാണ്ടാവുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊന്നെങ്കിൽ കുറച്ച് നേരത്തേക്ക് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഡെയിലി ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസോ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കി ചെറിയ രീതിയിൽ യോഗയോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കൗട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് ശീലിച്ചതിന് ശേഷം നിങ്ങൾ ജിമ്മിലേക്ക് പോയിട്ട് എന്താ പറയുക, വലിയൊരു 1/2 hour അല്ലെങ്കിൽ 1 hour സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലെ മൊത്തത്തിൽ നമ്മളെല്ലാം ഇങ്ങനെ ഡയറ്റ്, പിന്നെ എക്സസൈസ്, ഉറക്കത്തിൻ്റെ കാര്യം, നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും. സോ അപ്പോൾ തന്നെ ഹൈ ചാൻസ് ആണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ഫോർമേഷനെ നിങ്ങൾക്ക് ഈ ഒരു 2026 കൊണ്ടുവരാൻ പറ്റും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. വലിയ ഗോൾസ് സെറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ 1 വീക്കിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയായിരിക്കണം നിങ്ങളുടെ 2026 ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് നിങ്ങൾ ഫോം ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.